മിഥുനം രാശി. മിഥുനം രാശിക്കാർക്ക് രാഹു കേതു ചെയ്യുന്ന നന്മ തിന്മ ഒപ്പം തന്നെ വരുന്ന 51 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളും അതിൻ്റേതായ ചില മാറ്റങ്ങളും എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം. നിലവിൽ വ്യാഴം എന്ന ഒരു ഗ്രഹം തന്നെ ഇപ്പം മിഥുനം രാശിയിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. അപ്പം മിഥുനം രാശിയിലിരിക്കുന്ന വ്യാഴം ആർക്കും ഒരു ഉപകാരമില്ലാത്ത ഒരു വസ്തു, വെറുതെ ഒരു കല്ല് എന്ന് പറയുന്ന രീതിയാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മവ്യാഴമാണ്. ജന്മത്തിലെ വ്യാഴം യാതൊരുവിധ ഉപയോഗവുമില്ല. പക്ഷേ അദ്ദേഹത്തിന് ദൃഷ്ടി പതിയുന്ന 5-ാം ഭാവം, 7-ാം ഭാവം, 9-ാം ഭാവം എന്നിങ്ങനെ 3 ഭാവങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും അധികം നന്മ ലഭിക്കുന്നത് 9-ാം ഭാവ ദൃഷ്ടിയിലേക്ക് തന്നെയാണ്. അപ്പോൾ അതുമാത്രമായിരിക്കും നമുക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ഒരു ഫലം ലഭിക്കുക എന്നുള്ളത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വച്ചിട്ട്. ഇപ്പോൾ നിലവിൽ രാഹു കേതുവിൻ്റേതായ മാറ്റവും നടന്നിട്ടുണ്ട്. അപ്പോൾ അത് രാശിക്ക് 3-ാം ഭാവമായ ചിങ്ങം രാശിയിലാണ് കേതു നിലകൊള്ളുന്നത്. അതായത് പ്രയത്നങ്ങളുടേതായ സ്ഥാനം, നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുന്നുവോ അതിനെ കൂടുതൽ എഫർട്ട് നൽകി മുന്നിലേക്ക് സഞ്ചരിപ്പിക്കാനായിട്ട് പ്രാപ്തമാക്കുന്ന ഭാവം 3-ാം ഭാവം. രാശിയുടെ 9-ാം ഭാവമായ കുംഭം രാശിയിലാണ് രാഹു നിലകൊള്ളുന്നത്. ഈ 2 ഭാവങ്ങളിലും രാഹുവിൻ്റേതായ കേതുവിൻ്റേതായ ഈ ഭാവങ്ങൾ നമുക്ക് എങ്ങനെയാണ് ഫലം ചെയ്യുക? ഇപ്പോൾ പൊതുവേ വ്യാഴത്തിൻ്റെ ദൃഷ്ടി 9-ാം ഭാവത്തിൽ പതിയുന്നു എന്നുള്ളതുകൊണ്ട്, ഭാഗ്യസ്ഥാനത്തിലേക്ക് പതിയുന്നു എന്നുള്ളതുകൊണ്ട് നമുക്കൊരൽപ്പം ഭാഗ്യം ലഭിക്കുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും. അതിൽ യാതൊരുവിധ മാറ്റവുമില്ല. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, 9-ാം ഭാവത്തിൽ നിലകൊള്ളുന്ന രാഹുവും പാതകാധിപത്യം ഉള്ള ഒരു ഫലമാണ് നൽകുക. 3-ാം ഭാവത്തിലുള്ള കേതുവും പാതകാധിപത്യം തന്നെയായിരിക്കും നമുക്ക് നൽകുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രയത്നങ്ങൾ തന്നെയാവും കൂടുക, അതിൻ്റേതായ ഫലം ലഭിക്കുക എന്നുള്ളത് ഒരല്പം പരിശ്രമത്തോടുകൂടി തന്നെ ആയിരിക്കുമെന്നുള്ളതും മനസ്സിലാക്കാം. തൊഴിൽപരമായ രീതിയിലൊക്കെ ഒരല്പം മുന്നേറ്റങ്ങളൊക്കെ നൽകും. കാരണം 10-ാം ഭാവത്തിൽ ശനിയുണ്ട്. 10-ാം ഭാവത്തിൽ ശനി നിലകൊണ്ടിരുന്നാൽ തന്നെയും നമുക്ക് ആദ്യത്തെ 2.5 വർഷക്കാലമൊക്കെ വലിയ തോതിലുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അതായത് തൊഴിൽ നമുക്ക് ലഭിച്ചു എന്നാൽ ലഭിക്കില്ല എന്ന സാഹചര്യമായിരിക്കും. കാരണം വ്യാഴം ഇവിടെ നമ്മുടെ ജന്മരാശിയിലാണ് നിലകൊള്ളുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് ഒരു ഉപദേശം തരുവാനോ അല്ലെങ്കിൽ ഒരു റെക്കമെൻഡ് ചെയ്യുവാനോ ഉള്ള ഒരു അധികാരമില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യൂ എന്നുള്ള രീതിക്കാണ് വ്യാഴം ജന്മരാശിയിൽ നിലകൊള്ളുന്നത്. അപ്പോൾ 3-ാം ഭാവത്തിലെ കേതു നമുക്ക് വളരെയധികം പ്രയത്നത്തെ നൽകും. അതായത് എത്രത്തോളം ഈശ്വരന്മാരെ വിളിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മളെ ഈശ്വരന്മാരിലേക്ക് അടുപ്പിക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ നമ്മൾ അലയുന്നതല്ലാതെ നമുക്ക് യാതൊരുവിധ ഫലവും അവിടെ നൽകുന്നില്ല. പ്രയത്നം കൂടുന്നു. അതായത് ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഒരാഴ്ചയെങ്കിലും നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോഴും പ്രയത്നത്തിന് അനുസൃതമായ ഒരു ഫലം നമുക്കവിടെ ലഭിക്കില്ല. രാഹു ആണെങ്കിൽ നമുക്ക് എല്ലാം ലഭിച്ചു എന്നൊരു തോന്നലുണ്ടാകും. അതായത് ഒരു ജോലി ലഭിച്ചു എന്നൊരു തോന്നലുണ്ടാക്കിയിട്ട് അതിനും കാലതാമസം ഉണ്ടാക്കി വെച്ച് തരും രാഹുവും. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, രാഹുവിൻ്റേതായ 2-ാം ഭാവമാണ് മീനം രാശി. അപ്പം മീനം രാശിയിലിരിക്കുന്ന വ്യാഴം, ശനീശ്വരൻ അവിടെ നിന്നുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാനൊരു തീരുമാനമെടുത്താൽ രാഹു അതിനെ എതിർക്കുന്ന ഒരു ശീലമാണ് രാഹുവിനുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ 2-ാം ഭാവമായ കുടുംബസ്ഥാനമായിട്ട് കണക്കാക്കുമ്പോൾ അവിടെ നമുക്ക് ശനീശ്വരൻ തടസ്സം ചെയ്യുന്നതിനെ നീക്കി നമുക്ക് അനുകൂല ഭാവത്തെ ഉണ്ടാക്കിത്തരും. അതാണ് ഭാഗ്യമെന്ന് പറയുന്നത്. അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമുക്ക് എന്തെങ്കിലും നല്ല ജോലി, അതുപോലെ സർക്കാർ സംബന്ധപ്പെട്ട രീതിയിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ലഭിക്കാനുണ്ടെങ്കിൽ അതൊക്കെ ലഭിക്കുന്ന കാലഘട്ടമാക്കി മാറ്റിത്തരും. ഇതുവരെ ജോലിക്കൊക്കെ തടസ്സമുണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ ജോലി എന്തായാലും രാഹു നൽകുമെന്നുള്ളതിന് സംശയമില്ല. പക്ഷേ കേതു ഒരല്പം താമസം കൂടി വരുത്തുമെന്നേ ഉള്ളൂ. അത് നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്ന കാലം തന്നെയാണ്. വിദേശത്തൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ, അതായത് ജോലിയിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ, രാഹുവിൻ്റേതായ ഒരു പ്രത്യേകത ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുകയും ഇല്ലാത്തതിനെ നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് രാഹുവിൻ്റേതായ ഒരു പ്രത്യേകത. അതായത് നിലവിൽ നമ്മളൊരു നല്ല ജോലിയിലിരിക്കുകയാണെങ്കിൽ അകാരണമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി നമ്മളെ പിരിച്ചുവിടുന്നതോ അല്ലെങ്കിൽ നമ്മളെ ഡീപ്രമോട്ട് ചെയ്യുന്നതോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യും. അതേസമയം എന്തെങ്കിലുമൊക്കെ പ്രൊമോഷനൊക്കെ ലഭിക്കാനിരിക്കുന്ന വ്യക്തികളാണ്. അവർക്ക് ലഭിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും അവരെ ഓഗസ്റ്റ് മാസത്തിന് ശേഷം കൈ കൊടുത്ത് മുകളിലേക്ക് കയറ്റിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും.
നിലവിൽ ജോലി നഷ്ടപ്പെട്ടവർക്ക്, അതായത് ഇപ്പോൾ ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് പുതിയൊരു ജോലി ലഭിക്കുമെന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ രാഹു, കേതു എന്നീ ഗ്രഹങ്ങൾ ചെയ്യും. വിവാഹ സംബന്ധപ്പെട്ട രീതിയിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ തന്നെ ഈ കാലഘട്ടത്തിൽ പൂർണ്ണമായിട്ടും മാറും. അത് വിവാഹത്തിൽ തന്നെ കലാശിക്കും. പക്ഷേ വരുന്ന വിവാഹങ്ങൾ ഒരു 45 ഒരു 60 ദിവസത്തിനുള്ളിൽ അത് നിങ്ങൾ വിവാഹത്തിലേക്ക് എത്തിക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾ സൃഷ്ടിക്കേണ്ടതും കൂടിയാണ്. കേതു ഒരല്പം മനസ്സമാധാനത്തിന് കുറവ് വരുത്തുന്നയാലും, അതായത് നടക്കില്ല എന്ന രീതിയിൽ മനസ്സിനെ കൊണ്ട് വന്നാലും തീർച്ചയായിട്ടും അത് ഉടനെ തന്നെ നടന്നു കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിവാഹം സംബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ എന്തെങ്കിലും പെട്ടെന്ന് വരികയാണെങ്കിൽ അത് വളരെ കാലം താമസിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ നടത്തുവാനായിട്ടുള്ള തീരുമാനം എടുക്കണം. പിന്നെ അടുത്ത 51 ദിവസത്തേക്കുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ചിങ്ങം രാശിക്കുള്ളിലാണ് ഇപ്പോൾ ചൊവ്വ വരുന്നത്. അപ്പോൾ ചൊവ്വ 3-ാം ഭാവത്തിലേക്ക് വരുന്നത് മിഥുന രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ര നല്ല ഫലത്തെ പ്രദാനം ചെയ്യില്ല. കാര്യം ചൊവ്വ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും പ്രശ്നകാരകനാണ്. അതായത് യുദ്ധത്തിൻ്റേതായ ആളാണ്, രക്തം കാണാതെ പോകാത്ത ആളാണ്. അപ്പോൾ നമുക്ക് കുടുംബപരമായ അന്തരീക്ഷത്തിലൊക്കെ ഒരല്പം പ്രശ്നങ്ങൾ ഉണ്ടാക്കിത്തരും. കാരണം തൊഴിൽപരമായ ഇടങ്ങളിൽ പണം വരാതെ വരുമ്പോൾ കുടുംബത്തിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അപ്പോൾ കടം ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയത്തിന് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യവും ഇവിടെ ഉണ്ടാവും. ഈ മിഥുനൻ രാശിക്കാർ അധ്വാനിക്കാത്തത് കൊണ്ടല്ല, അധ്വാനിക്കുന്നുണ്ട്, അവർക്ക് അതിനനുസരിച്ചുള്ള ഫലം ലഭിക്കുന്നില്ല. അഥവാ ഫലം ലഭിച്ചാലും സ്വയം അനുഭവിക്കാനും കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. സ്വയം തീരുമാനിച്ച് സ്വയം എനിക്ക് ജയിച്ചേ മതിയാകൂ എന്ന് ചിന്തിക്കുന്നവരൊക്കെ ജയിക്കുകയും ചെയ്യും ഈ കാലഘട്ടത്തിൽ. ഇനി എനിക്ക് എന്തെങ്കിലും നേടണം എന്ന ചിന്താഗതി നിങ്ങളിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും ഇവിടെ നേടാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ ചൊവ്വയുടെ ദൃഷ്ടി രാഹുവിൻ്റെ മേൽ പതിയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിലുള്ള രോഗാവസ്ഥകളൊക്കെ വന്ന് എത്തുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ഉണ്ടാവും. അതായത് പെട്ടെന്ന് എന്തെങ്കിലും വിധത്തിലുള്ള അസുഖങ്ങളൊക്കെ വന്ന് പിടിപെട്ട് ആശുപത്രിയിലാകുന്ന ഒരു സാഹചര്യം. അപ്പോൾ വരുന്ന പണം ഒക്കെ അധികമായി ചിലവായി പോകുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും നിങ്ങൾക്ക് വരിക. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ സംബന്ധപ്പെട്ട ഇടങ്ങളിൽ നിന്നൊക്കെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. വാട്സപ്പൊക്കെ ഉപയോഗിച്ച് അതുവഴി തന്നെ ചാറ്റിംഗ് ഒക്കെ നടത്തുന്ന സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും. കാരണം അകാരണമായ ചില ചോദ്യങ്ങളൊക്കെ വാട്സപ്പിലൂടെ വരുന്ന സാഹചര്യങ്ങൾ വരാം. അത് ചോദ്യം ചെയ്യലിനും വലിയ വഴക്കുകൾക്കുമൊക്കെ കാരണമാകുന്ന ഒരു സാഹചര്യം ചൊവ്വ സൃഷ്ടിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ചൊവ്വ എന്ന് പറയുന്നത് യുദ്ധത്തിൻ്റേതായ, അതായത് എപ്പോഴും ഒരു അക്രമവാസനയുള്ള ഒരു ഗ്രഹമാണ് ചൊവ്വ. അത് എപ്പോഴും അക്രമവാസന ഉണ്ടാക്കി അത് മറ്റു പല രീതിയിലും നമ്മളെ കൊണ്ടു ചെന്ന് എത്തിക്കുന്ന ഒരു സാഹചര്യം. അതായത് നമ്മളെ ക്ഷമ കെടുത്തുന്ന ഒരു ഗ്രഹമായിട്ടാണ് ചൊവ്വ തന്നെ. അപ്പോൾ അടുത്ത 9 ഈ പറയുന്ന 51 ദിവസത്തേക്ക് വളരെയധികം ജാഗ്രതയോടുകൂടി എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്ക് വന്നുപോയി, ആണായാലും പെണ്ണായാലും ശരി, ഇത്തരത്തിൽ വരാൻ ഒരാണാണെങ്കിൽ ഒരു മറ്റേതെങ്കിലും സ്ത്രീകളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ മെസ്സേജുകളോ ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. പെണ്ണാണെങ്കിൽ ആണിൽ നിന്നും വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ മിസ്ഡ് കോൾ വഴിയൊക്കെ പരിചയപ്പെട്ട് അത് ബുദ്ധിമുട്ടിലേക്ക് ചെന്നെത്തുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ മറ്റൊരു കാര്യം, പണം സംബന്ധപ്പെട്ട വിഷയങ്ങൾ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരികെ കിട്ടാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ തിരികെ വന്നെത്തുന്ന കാലം ഒന്നുമല്ല. ഇനി ആർക്കെങ്കിലുമൊക്കെ ഒരു 1000 രൂപ നിങ്ങൾ ധനസഹായമൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് മറന്നു കളഞ്ഞ് വേണം അത് കൊടുക്കുവാനായിട്ട്. കാരണം ഒരിക്കലും അത് ലഭിക്കില്ല. ആർക്കെങ്കിലും ആഭരണം പോലുള്ള എന്തെങ്കിലുമൊക്കെ പണയം വയ്ക്കാൻ കൊടുക്കുകയാണെങ്കിൽ അതൊന്നും ഒരിക്കലും തിരിച്ച് കിട്ടുന്ന കാലമല്ല. അപ്പോൾ ഇവിടെ പ്രശ്നങ്ങളുണ്ടാക്കി അവിടെ ടോർച്ചറിങ് നൽകുവാനായിട്ട് ഇവിടെ ചൊവ്വ സ്ഥിതി ചെയ്യുന്നതാണെങ്കിൽ കേതുവിൻ്റെ ഒപ്പമാണ്. അപ്പോൾ പ്രശ്നങ്ങൾ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതും അതിനെ തീർക്കുവാനായിട്ട് നമ്മൾ ഒരുപാട് പരിശ്രമിക്കേണ്ടതായിട്ട് വരും. വലിയ വിഷയങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും. അപ്പോൾ 51 ദിവസം വാക്കുകൾ, നിങ്ങൾ കഠിനമായ രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കാതെ ഇരിക്കുക. ശ്രദ്ധാപൂർവം ഒരു കാര്യത്തിന് ഒരു ചോദ്യം നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനെ ഒന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം മറുപടി പറയുക. ക്ഷമ വളരെയധികം അത്യാവശ്യം വേണ്ട ഒരു കാലമാണ്. അതായത് മകയിരം, തിരുവാതിര, പുണർദം എന്നിവർക്ക് ഇത് കുടുംബാന്തരീക്ഷങ്ങളെ വലിയ തോതിലുള്ള കലുഷിതമാക്കി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അടുത്ത ഒരു 51 ദിവസം നിങ്ങൾ വളരെ കരുതൽ എടുക്കണം. ക്ഷമയോടുകൂടി ചിന്തിച്ച് വിവേകത്തോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു കാലമാണ്. വളരെ നന്മകൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. ഞാൻ പറഞ്ഞ ഈ വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു വിജയമുണ്ടാകും. ആരെയും വിശ്വസിച്ച് മുന്നിലേക്ക് ഇറങ്ങേണ്ട. ധൈര്യപൂർവ്വം എനിക്ക് ജയിച്ചേ മതിയാകൂ, അതായത് സ്വയം
ചിന്തിക്കുക. മറ്റുള്ളവരുടെ കാര്യം വിട്ടുകളെ എനിക്ക് ജയിച്ചേ മതിയാകൂ എന്ന ചിന്ത മനസ്സിൽ പ്രാപ്തമാക്കി ഒരു ലക്ഷ്യം മാത്രം മുന്നിൽ വച്ച് നിങ്ങൾ മുന്നിലേക്ക് പോകുക. എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല വിജയത്തിലേക്ക് എത്തുമെന്നുള്ളതിന് സംശയമില്ല. അത് ഒരു പ്രത്യേകമായ ഒരു കാര്യമാണ്. കാരണം ഇത് പറയാനായിട്ട് കാരണം ഗ്രഹങ്ങൾ എപ്പോഴും നമ്മളെ ചതിക്കുമെന്നുള്ളത് 100% ഉറപ്പ് തന്നെയാണ്. അത് ഏതൊരു നല്ല കാലമാണെങ്കിലും മോശം കാലമാണെങ്കിലും അതങ്ങനെയേ പ്രവർത്തിക്കൂ. അപ്പോൾ സ്വഭാവങ്ങളിൽ ചിന്തകളിൽ നമ്മൾ മാറ്റം വരുത്തുമ്പോൾ ജയിച്ചേ മതിയോ. പണ്ട് മഹാഭാരതത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, മാർഗമല്ല പ്രധാനം, ലക്ഷ്യമാണ് പ്രധാനമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ എപ്പോഴും മനസ്സിനുള്ളിലേക്ക് കൊണ്ടുവരേണ്ടത്. അങ്ങനെയുള്ളവർ മാത്രമാണ് എല്ലാ കാലവും വിജയിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഒരു നല്ലൊരു കാലം നിങ്ങൾക്ക് വരട്ടെ.